പറയുക മാത്രമല്ല അത് പ്രവർത്തിച്ചു കാണിക്കുകൂടി ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അത് അദ്ദേഹം എല്ലാ കാര്യത്തിലും അത് നിർബന്ധമാണ്. അത് ഈ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ, കേരളത്തിലെ ഈ CPM നേതാക്കന്മാരെ പോലെയല്ല, അമ്പലത്തിൽ പോരുന്നതിന് പോകും പോലെയല്ല ഇത്. നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, പാലിച്ചിരിക്കും. അതായത് അദ്ദേഹം പറഞ്ഞത് ആഡംബരം വെട്ടിച്ചുരുക്കുക, വിദേശയാത്രകൾ ഒഴിവാക്കുക, സ്വർണം വാങ്ങാതിരിക്കുക, പിന്നെ അതുപോലെ കാർ പൂളിംഗ്, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക തുടങ്ങി കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ 91-ലേതിന് സമാനമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നാണ് പറയുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിക്ക് പിന്നെ എന്ത് പറഞ്ഞാലും അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞ ഭൂലോക അബദ്ധമാണെന്ന് നാട്ടുകാരെ മനസ്സിലാക്കുന്ന അവസ്ഥയെത്തും. അപ്പോൾ ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്നത്? അതായത് അദ്ദേഹം സുരക്ഷാ കാറ്റഗറി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിൽ പകുതി വെട്ടിക്കുറച്ചു. വാഹനങ്ങൾ പകുതി വെട്ടിക്കുറച്ച്, അതായത് അദ്ദേഹത്തിന്റെ സുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ ബ്ലൂ ബുക്ക് എന്ന് പറഞ്ഞത് ഈ പ്രോട്ടോകോൾ പാലിക്കാവുന്ന വ്യവസ്ഥകളുടെ ബുക്കാണ് ബ്ലൂ ബുക്ക്. അതനുസരിച്ച് അതിലൊരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഓരോന്നും ഇരിക്കുന്ന സ്ഥലം, ഇവിടെ ഒരു ഓർഡർ, അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് പ്രധാനമന്ത്രിക്കുള്ള സുരക്ഷ വളരെ പ്രധാനമാണ്. SPG എടുത്താണെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടേക്കുന്നത്. അത് NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, അതുപോലെ SPG, ഇതെല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാഹന വ്യൂഹം പകുതി കുറയ്ക്കുന്നതോടെ അത്ര ഇന്ധനം ലാഭിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ തുടർന്ന് 3 മുഖ്യമന്ത്രിമാരും ഇതേ കാര്യങ്ങൾ, സംസ്ഥാനങ്ങളിലെ 3 മുഖ്യമന്ത്രി, ഒന്ന് രാജസ്ഥാനും മധ്യപ്രദേശും ഡൽഹിയും, ഡൽഹി 3 മുഖ്യമന്ത്രിമാർ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പം പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനം ഇന്ധനക്ഷാമമാണ്. അത് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ട്രംപ് ചൈനയിൽ പോകുന്നുണ്ട്, അവിടെ പോയി ചർച്ചകാനം നടത്തി വല്ല ഒത്തുതീർപ്പാകുമോ ഇല്ലയോ നമുക്കറിയില്ല. അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും കാര്യം എന്നുള്ളത് ഉറപ്പാണ്. ഇന്ധനക്ഷാമം രൂക്ഷമാകാൻ പോവുകയാണ്. ഇന്ത്യയുടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന കരുതൽ ശേഖരമാണ് നമ്മളിപ്പോൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് എത്തും. ഈ കരുതൽ ശേഖരം കുറയുന്നതനുസരിച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, അത് വിദേശത്തുള്ള വിവാഹങ്ങൾ, ആഡംബര വിവാഹങ്ങൾ, അതുപോലെ വിനോദയാത്രകൾ എന്നിവ ഒഴിവാക്കി നമ്മുടെ തദ്ദേശീയമായ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മളെ പണം അങ്ങോട്ട് പോവുകയാണ്. അതെ, നമ്മളത്തെ റുപ്യ അവിടെ ചിലപ്പോൾ ഡോളറിൻ്റെ കണക്കാക്കി നോക്കുമ്പോൾ വലിയ വ്യത്യാസം വരും. നമുക്ക് ഒരുപാട് നമ്മൾ പണം വിദേശത്തേക്ക് പോകും. സ്വർണ്ണം ഇറക്കുമതി ഒക്കെ തന്നെ, സ്വർണ്ണം നമ്മൾ ഉപയോഗിക്കണം, സ്വർണ്ണം ഇറക്കുമതി ചെയ്യേണ്ടിരും നമ്മൾ. ഇതിപ്പം പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വന്നതോടെ ആണോ എന്താണെന്ന് അറിയില്ല, സ്വർണത്തിൻ്റെ വില കുത്തനെ കൂടി. ഒറ്റയടിക്ക് 10,220 രൂപയാണ് കൂടിയിരിക്കുന്നത്. 1,23,000 സംതിങ് ആയി മാറി ഒരു പവൻ്റെ വില. എന്താണെങ്കിലും വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം തുറച്ചു നോക്കുന്നുണ്ട് എന്ന് വേണം. പിണറായിക്ക് 3 ഊഴം കിട്ടിയിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. 40 വണ്ടിക്ക് 20 വണ്ടി ആക്കാൻ പറഞ്ഞാൽ സമ്മതിക്കും? അത് മോദി പിന്നെ പിണറായിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അമ്മമാരോട് പറഞ്ഞു വരുത്തിയാണ്. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒഴിഞ്ഞു, അല്ലെങ്കിൽ 40 വണ്ടി, ആംബുലൻസ്, പിന്നെ ഓരോ സ്ഥലത്തും ഇതിനു വേണ്ടി വരുന്ന പിന്നെ പോലീസ്, അവിടുത്തെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിലുള്ള വാഹനങ്ങൾ ഇതെല്ലാം ചേർത്ത് അതെല്ലാം ഒഴിഞ്ഞു. ഒരു കണക്കിന് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ഇല്ലാത്ത ഒരു കണക്കിന് നന്നായിട്ടുണ്ട്. അത് മന്ത്രിമാരും ഇല്ലല്ലോ പറയാൻ പോലെ, അല്ലെങ്കിൽ ഇവർക്കാകുമ്പോൾ സേവിക്കണ്ടേ ഓരോടത്തും ചെല്ലുമ്പോൾ. ഇപ്പൊ എന്നാൽ ഈ 10 ദിവസം കൊണ്ട് അത്രയും ഇന്ധനം ലാഭിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. മോദി രൂപീകരണം നീണ്ടുപോയത് കാരണം അത്രയും ലാഭിച്ചു. അതെ, മോദി പ്രത്യേകം അഭിനന്ദിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. അല്ല, ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ അറിയാം. പണ്ട് കെ കരുണാകരന് 2 വണ്ടിയാണ് 3 വണ്ടിയുടെ എസ്കോർട്ട് കാണുമായിരുന്നു. അന്ന് അതിനെ ചീത്ത വിളിച്ചിരുന്ന ഈ CPM വരണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കും. അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇങ്ങനെ ഈ എസ്കോർട്ടുകാർ കടന്നു പോകുമ്പോൾ, ഒരു വെള്ള ബെൻസ്, ബാക്കി എസ്കോർട്ടുകാർ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ SFIക്കാർ കൂടി നിന്ന് കൂവായിരുന്നു. സ്ഥിരം വലിയ കൂക്കുളിയാണ്. ഇത്ര എസ്കോർട്ട് ഇട്ട് പോകുന്നതുകൊണ്ട് ഇപ്പം എന്നിട്ട് അവരെ നേതാവ് മുഖ്യമന്ത്രിയായി 40 മുതൽ 60 അങ്ങനെയാണല്ലോ. അവർ ഭരിക്കുമ്പോൾ ഒന്ന്, പിന്നെ പ്രത്യക്ഷത്തിരിക്കുമ്പോൾ വേറെ നയമാണ്. അവർ കയറിയിരിക്കുമ്പോൾ അധികാരത്തിൻ്റെ എല്ലാ ശീതളിമയും സുഖശീതളിമയും അനുഭവിച്ചിട്ടേ അവർ. ഇവർ പറഞ്ഞു കേൾത്തുന്നത് നരേന്ദ്രമോദി 30,000 രൂപ ഗ്രാമിനക്കിലേക്കൊക്കെയുള്ള കുമ്പിൾ കഴിക്കുന്ന ആൾ, അങ്ങനെയൊക്കെ പച്ചക്കറി കഴിക്കുന്ന എന്തൊക്കെ വളരെ കള്ളക്കഥകൾ ഇഷ്ടംപോലെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ലളിത ജീവിക്കുന്ന മനുഷ്യനാണെന്നുള്ളത്. നരേന്ദ്രമോദി ശരിക്കും സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അതാണ് അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ. അതെന്താണെന്നറിയാം, സംഘത്തിൽ നിന്ന് വളർന്നതിൻ്റെ ഒരു ഗുണം. ഈ RSS എന്ന് പറയുമ്പോൾ ഇവിടുത്തെ CPMകാർ സംഘികൾ എന്നൊക്കെ പറയുമ്പോൾ പോലും സംഘം എന്ന് പറയുന്ന ഒരു ജീവിതചര്യയാണ് അവർ, ലളിത ജീവിതമാണ് അവിടുത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതാണ് സംഘത്തിന്റെ പ്രധാനമായിട്ടുള്ള. അത് സുഹൃത്തൊരിക്കലും ഒരു RSS പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് അവിടെയുള്ള RSS കേന്ദ്രത്തിൽ പോയി രാത്രി നല്ല കഞ്ഞിയൊക്കെയാണ് രാത്രിത്തെ അവിടെ ഭക്ഷണം.
അതല്ലാതെ അഞ്ച് കറി ഇഞ്ചിയും മറ്റെന്താ ചിക്കൻ ബിരിയാണി ഒന്നും അവിടെ നിന്ന് കിട്ടാൻ പോണില്ല. ഇല്ല, അത് പിന്നെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓരോ സ്വയം സേവകനെയും പരുവപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിന്ദുത്വ അജണ്ട എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഈ RSSനെതിരെ ഇവർ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടുവരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നരേന്ദ്രമോദിയിലെ ഇപ്പോൾ കാണുന്ന എല്ലാ ഗുണങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഈ സംഘം തന്നെയാണ്. അത്രേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിയമം കിട്ടിയില്ലെങ്കിൽ പാത്രം നീക്കി അറിയുന്ന സഹാക്കന്മാരുടെ തൊഴിലാളി എന്താണ് അധ്വാനിക്കുന്ന തൊഴിലാളികത്തിൻ്റെ പ്രതിനിധികളുള്ള സ്ഥലത്താണ് അദ്ദേഹം പറയുന്നത് എനിക്ക് പകുതി സെക്യൂരിറ്റി മതി എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇന്ത്യ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ പകുതി സെക്യൂരിറ്റി മതി എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. അത് ശരിക്കും പ്രധാനമന്ത്രിക്ക് പറയാം, അദ്ദേഹത്തിന് ഉത്തരവിടാം. പക്ഷേ ഇത് വെട്ടിലാകുന്ന ആരാന്നറിയോ? ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം വിഭാഗക്കാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നത്. ഇത് ഈ സെക്യൂരിറ്റി കുറയ്ക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സുരക്ഷ വളരെയധികം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, തീവ്രവാദത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷ നിലനിർത്തേണ്ടതാണ്. അല്ല, എന്നാൽ പോലും അതിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പരിമിതിക്കകത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സുരക്ഷ ഉറപ്പാക്കുക. അത് സാധിക്കുമല്ലോ. നമുക്ക് ഇപ്പം ഇത്രയും വണ്ടി കോൺവോയ് ആയിട്ട് 10-40 വണ്ടി പോകുമ്പോൾ ഒരു വണ്ടിയിൽ എത്ര പേര് കാണുമായിരിക്കും? 1.5 പേരെ കാണുള്ളൂ. അത്രേ ഉള്ളൂ. 2 നേരം കൂടെ ഇരിക്കാൻ ഒരു വലിയ വാഹനങ്ങളാണ് സാധാരണ പോകാറുള്ളത് പ്രധാനമന്ത്രിക്കൊപ്പം. കൂടുതലും അതിനകത്ത് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളാണ് കൂടുതലായിട്ട് ഉള്ളത്. അതൊക്കെ സുരക്ഷ ഒരു പരിധിവരെ നിലനിർത്തുന്ന വാഹനങ്ങളാണ്. മാത്രമല്ല നരേന്ദ്രമോദിക്ക് ഒരു പ്രത്യേകതയുള്ളത്, അദ്ദേഹം എവിടെയെങ്കിലും റോഡ് ഷോ നടത്തുകയാണെങ്കിൽ പോലും നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. പെട്ടെന്ന് ചാടി ഇറങ്ങില്ല. അതൊരു അബദ്ധമാണ്. കാരണം ഇപ്പോൾ സുരക്ഷ ആകെ പാളിപ്പോവും. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി പദം വിട്ടപ്പോഴും അദ്ദേഹം വലിയ സുരക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പലപ്പോഴും പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പോലും പെട്ടെന്ന് വാഹനം നിർത്തിയിട്ട് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി പോകുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ പരിപാടി അതാണ്. രാഹുൽ ഗാന്ധി വണ്ടിയുടെ പണ്ടൊക്കെ കയറി. അപ്പോൾ അത് TN ശേഷൻ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണോ എന്ന് അറിഞ്ഞത്. അദ്ദേഹം വളരെ കർശന നിർദ്ദേശം കൊടുത്തു. പ്രധാനമന്ത്രിയൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇക്കാര്യം തീരുമാനിക്കുന്ന താങ്കളല്ല, ഞങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇത് അപകടത്തിലേക്കല്ല, അത് അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ ദുരന്തത്തിനും ഒരുപക്ഷെ ഒരു പരിധിയിൽ അത് കാരണമായേക്കാം. അതെല്ലാവരും അടുത്തവരെ സ്വീകരിച്ചതാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെ VVIPയുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുറേ നാൾ മുമ്പ് സഫാരി TV ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ, അതിൻ്റെ പേര് ഞാൻ മറന്നു, ജേക്കബ് എന്നാണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം അതിൻ്റെ എന്താണ് അവരെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചരിത്രത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നൊരു കാലത്ത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചാണ്, അത് തനിച്ചാണ് എപ്പോഴും വരാറ്. അദ്ദേഹം മുറി കിടക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ഹൃദ്രോഗം ഉണ്ടായിരുന്ന ആളാണ് ബേസിക്കലി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുറി കുറ്റിയിടാറില്ല താമസിക്കും മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അപ്പോൾ ഇവർ വളരെ റെഡി ആയിരിക്കും, അലർട്ടായിരിക്കും. അപ്പോൾ പ്രധാനമന്ത്രി ഉറങ്ങുമ്പോൾ പോലും അവർ ശ്രദ്ധിക്കും, അദ്ദേഹം ഉറക്കത്തിന് തടസ്സപ്പെടുത്താത്ത രീതിയിൽ അദ്ദേഹം ഉറങ്ങുന്നുണ്ടോ, അദ്ദേഹം ശ്വാസം കറക്റ്റാണോ എന്നൊക്കെ അത് നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നു, അത്ര സൂക്ഷിക്കുകയാണ് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ, രാജ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള അത്രയും സംവിധാനങ്ങളുള്ള ലോകത്തെ ഏറ്റവും സുരക്ഷയുള്ള പ്രധാനമന്ത്രി ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയായിരിക്കും, സംശയമുണ്ട് അക്കാര്യത്തിൽ. പക്ഷെ എന്നാൽ പോലും അതിൽ പോലും അത് ഞാൻ മാതൃക കാണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇവിടെ എല്ലാം നിങ്ങൾ ചെയ്തോ, എന്നെ നോക്കണ്ട, ഞാൻ വേറെ ആളാണ് നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന നേതാക്കന്മാരുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിലാണ് മോഡി പോലെ ഒരാൾ ഇത്രയും പറയുന്നത്. അത് വലിയ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ നരേന്ദ്രമോദിയുമായി ഒരുപക്ഷെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും നരേന്ദ്രമോദി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു മാതൃക അത് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും സ്വീകരിക്കാം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി വരുമ്പോൾ അവർക്കും ഇത് സ്വീകരിക്കാവുന്നതാണ്. ഈ പിണറായി പോയതിൽ 40 വണ്ടിയുടെ കാമ്പടി ഇല്ലാതെ അല്ലാതെ പോകാം, ഒരു കുഴപ്പമില്ല. വളരെ കുറച്ച് വാഹനങ്ങൾ എസ്കോർട്ടായിട്ട് പോകുന്ന എത്ര മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തിൽ ഒരുപാട് ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും സെക്യൂരിറ്റി പ്രധാനമന്ത്രിക്കെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കണ്ടുകൊണ്ട് നമ്മളെ പിണറായി 40 വണ്ടിയും കൊണ്ട് നടന്ന് ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ എത്രമാത്രം പരിഹാസ്യരായി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്.